അമ്മ ഭരണസമിതി രാജിവെച്ചു. ഭരണസമിതിയിലെ 17 പേരും രാജിവെക്കുകയായിരുന്നു. കാലാവധി പൂർത്തിയാക്കാന് 2 വർഷം ബാക്കി നിൽക്കെയാണ് രാജി. ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ ഹസന് നേരത്തെ രാജിവെച്ചിരുന്നു. അവിശ്വാസം നേരിടാതെയാണ് മുഴുവൻ അംഗങ്ങളും രാജിവെച്ചത്. അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരും. അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം ജനറൽ ബോഡി തീരുമാനിക്കും. സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി 2025 ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്വേതാ മേനോനെ പ്രസിഡന്റായും കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറിയായും അന്ന് തെരഞ്ഞെടുക്കുകയായിരുന്നു. എഎംഎംഎയുടെ ചരിത്രത്തിലാദ്യമായാണ് തലപ്പത്ത് വനിതകളെത്തിയത്. 310 ദിവസം മാത്രമാണ് ഇവര് സംഘടനയെ നയിച്ചത്. 1 വർഷം തികയും മുൻപെയാണ് ഭരണസമിതിയുടെ രാജി. ജനറൽ ബോഡി യോഗത്തിനിടെ വേദിയിൽ കയറിയാണ് ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിച്ചത്. താന് ബിജെപിക്കോ കോൺഗ്രസിനോ അനുകൂലമായി ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് വേദിയില് ശ്വേത പറഞ്ഞു. താരങ്ങള് സ്ഥാനാർത്ഥികള് ആയതില് തനിക്ക് ബന്ധമില്ലെന്നും അത്തരം ആരോപണങ്ങള് വസ്തുതാവിരുദ്ധമാണെന്നും ശ്വേത വ്യക്തമാക്കുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തില് വന്തരിക്കം. വിയോജിപ്പിലും തർക്കത്തിലും മുങ്ങി വാർഷിക റിപ്പോർട്ട് പാസാക്കാന് ആയില്ല. വ്യക്തതയില്ലാത്ത കണക്ക് ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് പാസാക്കാന് അനുവദിക്കില്ലെന്ന് നടന് സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവര് നിലപാട് വ്യക്തമാക്കി. കണക്കുകൾ തെറ്റിയ റിപ്പോർട്ട് പാസാക്കാന് സാധിക്കില്ലെന്ന് രഞ്ജി പണിക്കരും പറഞ്ഞു. ഒടുവില് വിഷയത്തില് മോഹൻലാല് നിലപാടെടുക്കണം എന്ന് ഗണേഷ് കുമാർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് യോഗത്തില് വൈകാരികമായാണ് മോഹൻലാല് സംസാരിച്ചത്. സംഘടനയെ ഒരു തരത്തിലും തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് മോഹൻലാല് പറഞ്ഞു. റിപ്പോർട്ട് അവതരിപ്പിക്കാന് 45 ദിവസം സമയം അനുവദിക്കണമെന്ന് പ്രസിഡന്റ് ശ്വേത മേനോന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് പാസാക്കാന് ശ്രമം നടത്തും. സംഘടനയുടെ പേര് ജനങ്ങൾക്ക് മുൻപില് ചീഞ്ഞളിഞ്ഞെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. പേര് ചീത്തയാക്കിയത് സംഘടനയ്ക്കുള്ളില് ഉള്ളവരാണെന്നും അംഗങ്ങള് ആരോപിച്ചു. അതേസമയം വലിയ യുവതാരനിര തന്നെ യോഗത്തില് നിന്നും വിട്ടുനിന്നു. ആസിഫ് അലി, പൃഥ്വിരാജ്, ടോവിനോ, കുഞ്ചാക്കോ ബോബന്, ജയസൂര്യ, ബേസില് ജോസഫ്, ദുൽഖര് സൽമാന്, ഉണ്ണിമുകുന്ദന് എന്നിവര് യോഗത്തിനെത്തിയില്ല. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് വനിതകള് എത്തിയ ശേഷമുള്ള ആദ്യ വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഇന്ന് നടക്കുന്നത്. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് ജനറൽ ബോഡി യോഗം. അമ്മയിലെ ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങള് ഉന്നയിക്കുകയും ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്ത അൻസിബയ്ക്ക് കാരണം കാണിക്കല് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അൻസിബയ്ക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോയെന്നതില് വ്യക്തതയില്ല. അൻസിബ ഇന്ന് യോഗത്തിനെത്തിയിരുന്നു. അതിനിടെ ഭരണസമിതിക്കെതിരെ ഒരു വിഭാഗം അവിശ്വാസ പ്രമേയരേഖ തയ്യാറാക്കിയിരുന്നു. നേതൃത്വം സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് ആരോപണം. പുതിയ ഭരണസമിതി ഒഴിയണമെന്നും തെറ്റുകൾക്ക് നിരുപാധികം മാപ്പ് പറയണമെന്നും അവിശ്വാസ പ്രമേയത്തില് ആവശ്യപ്പെടുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വഴക്ക് പറഞ്ഞു തീർക്കാനാകില്ലെന്നും പ്രമേയത്തില് പരാമർശമുണ്ട്. ഇതിനായി ഒരു വിഭാഗം ഒപ്പുശേഖരണം നടത്തി. ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളില് പ്രസിഡന്റ് നിശബ്ദത പാലിച്ചെന്നും വിവാദങ്ങളില് കൃത്യമായ നിലപാടോ നടപടികളോ എടുത്തില്ലെന്നും ആക്ഷേപവും ഉയർന്നു.